കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ അവർക്കും സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് അതിപ്രധാനമായൊരു കാര്യം പറയുവാൻ വേണ്ടിയാണ്. നിങ്ങൾ ഫേസ്ബുക്കിലൂടെയൊക്കെ ആ വീഡിയോ കണ്ടു കാണും. പല പാസ്റ്റർമാർ അത് ഷെയർ ചെയ്തു. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ MA വർഗീസ് പാസ്റ്ററിൻ്റെ ചർച്ചിൽ ആ ശുശ്രൂഷ നടക്കണേന്ന് എനിക്കൊരു തോന്നൽ. അവിടെയാണ് എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള ഐറ്റങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പുറത്ത് വരാറുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് MA വർഗീസ് പാസ്റ്ററിൻ്റെ ചർച്ചിൽ ആ ശുശ്രൂഷ നടക്കണം എനിക്ക് തോന്നുന്നു. ആ ദേവദാസൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ആ വീഡിയോ ഒന്ന് നമുക്ക് കാണാം. എന്നിട്ട് ഞാൻ ആ ശുശ്രൂഷയെക്കുറിച്ചും ഒന്ന് വിവരിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. And വാക്ക് കേൾക്കുകയാണ്. I heard a word, liquid fire. Liquid fire. ഉറക്കെ പറ, liquid fire. Everybody say loudly, liquid fire. ഇതുവരെ ഇന്ത്യ കണ്ടത് വെള്ളം ഒഴുകുന്നതാണ്. Now India saw water flowing. ഇനി നീ കാണാൻ പോകുന്നത് നദിക്കകത്ത് തീ ഒഴുകും. India is going to see a river of liquid fire. നീ മഴ പെയ്യുന്നതേ കണ്ടിട്ടുള്ളൂ. You have only seen rain falling. പക്ഷേ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ മേൽ തീ പെയ്യുന്ന സമയങ്ങളാണ്. You are going to see fire falling on you. ഉറക്കെ പറഞ്ഞ liquid fire. Liquid fire. ഞാനത് കേട്ടിട്ടില്ല, അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ല. I never heard a word like that. ഇന്ന് രാത്രി ഇത് ആ ദൂത് ചിലരോട് പറയാൻ പറയും. തീക്ക് വേണ്ടി നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? തീക്ക് വേണ്ടി anyone willing to stand for the fire? തീക്ക് വേണ്ടി ആരെങ്കിലും നിൽക്കാനുണ്ടോ? Is there anyone willing to stand for the fire? Liquid fire, liquid fire. For the liquid fire. Just like tongues of fire. മാളിക മുറിക്കകത്ത് പെയ്തിറങ്ങിയ അഗ്നി നാവുകൾ ഇന്ന് ബാംഗ്ലൂരിന്റെ ആത്മമണ്ഡലത്തിൽ പെയ്യട്ടെ. Let it fall in the atmosphere of Bangalore. തീ കത്തുന്നു. ആരും കാണാൻ നിൽക്കല്ലേ, നിങ്ങൾ കാണാൻ നിൽക്കല്ലേ, പ്രാർത്ഥിച്ച് ഹെവിയായത് ഇവിടെ സംഭവിക്കുന്നു. ആത്മാവിൽ പ്രാർത്ഥിച്ചു, അന്യഭാഷയിൽ സംസാരിച്ചു. Good fire, liquid fire. ചിറകുമായി ഒരു പ്രാവ് വന്നിറങ്ങുന്നു. പട്ടണങ്ങൾക്കകത്തെല്ലാം തീ നദി ഒഴുകുന്നു. The liquid fire is going to flow into some towns and cities. Liquid fire. ഞാൻ ആ വാക്ക് ഇന്ത്യൻ ലിക്വിഡ് പവർ ഫയർ അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും ഭയങ്കര ഒരു ഫയറായിരുന്നു. അവിടെ ഉള്ള ഒന്നും കത്തണ കണ്ടില്ല. എന്തോ ഉപദേശത്തിലേക്ക് ആ പവർ വരാത്തത് കൊണ്ടാണോ ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് ബാംഗ്ലൂർ ഇപ്പോൾ ആ ഒരു സമയം എനിക്ക് തോന്നുന്നു രാവിലെ ഉച്ചയ്ക്ക് 24 മണിക്കൂർ ഈ എന്താ പറയുന്നത്, ഈ കുറേ വണ്ടിയും മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. എവിടെയെങ്കിലും ബ്ലോക്ക് ആയി പോയതാണോ എന്ന് എനിക്കറിയത്തില്ല. ആ പാസ്റ്ററിനെ കുറേ പേര് പോയി പിടിക്കണുണ്ട്.
അവരാരും കത്തണമൊന്നും കണ്ടില്ല. ഇനി ഫയർ എവിടെന്നെങ്കിലും ബാംഗ്ലൂരിലേക്ക് വരുന്ന വഴി വെച്ച് വെള്ളം വന്ന് വീണോ, മഴ പെയ്തോ, എന്തൊക്കെ നടന്ന് നമുക്കൊന്നും അറിയത്തില്ല പ്രിയരെ. പക്ഷെ എൻ്റെ അടിപൊളി ശുശ്രൂഷ. ഇതേപോലെ ശുശ്രൂഷ ബെന്തക്കോസിലെ കാണുള്ളതാണ്. എന്തൊക്കെയാണറിയാം ബെന്തക്കോസിൽ നടക്കുന്ന ശുശ്രൂഷകൾ. ബൈബിളിൽ ഇല്ലാത്ത ഇതുപോലുള്ള ശുശ്രൂഷകളെ പിറകെ പോണ നമ്മളെ യുവാക്കന്മാരും യുവതിമാരോട് എനിക്ക് പറയാനുള്ള, ആദ്യമൊക്കെ നീ പോയി ബൈബിള് പഠിക്കടോ. ബൈബിള് പഠിച്ചതിൻ്റെ ശേഷമാണ് എന്താണ് കൃപ, എന്താണ് അഭിഷേകം. അഗ്നിയോട് ഉപമിപ്പിച്ച് പരിശുദ്ധാത്മാവിനെ പറയുന്നുണ്ട്. പ്രാവിനോട് ഉപമിപ്പിച്ച് പരിശുദ്ധാത്മാവിനെ പറയുന്നുണ്ട്. വെള്ളത്തെ ഉപമിപ്പിച്ചും പരിശുദ്ധാത്മാവിനെ പറയുന്നുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് എന്താണോ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്താണോ, പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രവർത്തിക്കണേനോ ഇതുപോലും അറിയാത്ത മന്ദബുദ്ധികളായ പെന്തക്കോസ്തുകാർ. ഇതിന് പരം എന്താണോ ഞാൻ പറയേണ്ടതെന്ന് എനിക്കും അറിഞ്ഞുകൂടെ സഹോദരങ്ങളെ. കാരണം ഇതുപോലുള്ള അഭിഷേകവും മീറ്റിങ്ങും എനിക്കറിയാം. ഇതുപോലുള്ള സഭകൾ ഇപ്പോൾ കേരളത്തിലോ ഇഷ്ടംപോലെ ഇതുപോലുള്ള യുവാക്കന്മാരും യുവതിമാരും ഇതുപോലുള്ള മീറ്റിങ്ങുകൾ അവർക്കിഷ്ടം. തുള്ളുക, ചാടുക, മറിയുക. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട്ടിലൊരു കൺവെൻഷൻ പരിപാടി, ആ കൺവെൻഷൻ പരിപാടി നടക്കുന്ന സമയത്ത് അന്നൊരു ദേവദാസനെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം പറഞ്ഞു, മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ താമരകൾ വളരുന്നത് സലോമോനേക്കാൾ എത്ര ശ്രേഷ്ഠം, അങ്ങനെ ഒരു വചനമുണ്ട്. ആ വചനമൊക്കെ പ്രസംഗിച്ചു തുടങ്ങി. ഇതാ തീ ഇറങ്ങുകയാണ് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒപ്പം പുറകെ വന്ന് കുറേ എണ്ണം കൈയടിക്കാൻ തുടങ്ങി. അവിടെ കുറേ ചെറുപ്പക്കാരുണ്ട്. അവന്മാരെല്ലാം മണ്ണിലുരുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പം കുറേ ഉപദേശിമാർ കെട്ടിപ്പിടിച്ച് സ്റ്റേജിൻ്റെ അപ്പുറത്തേക്ക് വീണുപോയി. കുറേ എണ്ണം മണ്ണിലുരുണ്ട് ഈ പന്നി ചെളിയിൽ ഉരുണ്ടിട്ട് പോണ അവസ്ഥയായി. എന്തുവാ ഇതൊക്കെ ബെന്തക്കോസ്റ്റുകാർ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങളെക്കുറിച്ച് ഈ പറയണത്. നിങ്ങൾക്കറിയാം, ഞാനൊരു ബെന്തക്കോസ്റ്റിലെ പാസ്റ്ററാണ്. ഇതുപോലുള്ള ശുശ്രൂഷകൾ, ഇതുപോലുള്ള ഐറ്റങ്ങളോ ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം ബൈബിളിലില്ല. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ ഇതുപോലെ ശുശ്രൂഷ ചെയ്തതായുണ്ട്. പിന്നെ ഇവന്മാർക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രധാനം. എവിടെയോ അമേരിക്കയിലോ എവിടെയൊക്കെ നടന്ന വിട്ടിട്ടമായ അഭിഷേകങ്ങളൊക്കെ കേരളത്തിലേക്ക് എന്തിനാണ് വലിച്ചുകൊണ്ട് വരുന്നത്? അതൊക്കെ കണ്ട് അതൊക്കെ യാഥാർത്ഥ്യമാണ്, ബൈബിളിലുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ വേദവാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? മാളികമുറിയിൽ ഇറങ്ങിയ അഭിഷേകം. ഇതാണോ മാളികമുറിയിൽ ഇറങ്ങിയ അഭിഷേകം? മാളികമുറിയിലെ അഭിഷേകം ഇറങ്ങിയപ്പോൾ പത്രോസിനോ ആരും ഓടിപ്പോയി കെട്ടിപ്പിടിക്കാനോ ചുംബിക്കാനോ വേണമെങ്കിൽ വന്ന് കയറി പിടിക്കട, അല്ലെങ്കിൽ അഭിഷേകം കിട്ടണമെന്ന് പറഞ്ഞില്ല. അപ്പോസ്തലന്മാർ കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരെ പ്രാർത്ഥന റൂമിലേക്ക് അഭിഷേകം ഇറങ്ങി വന്നത്. അത്നാബ് പോലെ അഭിഷേകം ഇറങ്ങി വന്നത്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അല്ലാതെ ഇതുപോലുള്ള കോമാളിത്തരം കാണിച്ചപ്പോഴല്ല മാളികമുറിയിൽ ഇറങ്ങി വന്നത്. വചനമെങ്കിലും പഠിക്കേണ്ട ഇവന്മാർ. ഇങ്ങനെ കുറേ വചനം വളച്ചൊടിച്ച് ഇതുപോലുള്ള തരികിട മീറ്റിംഗ് നടത്തുന്ന അനേക ഉപദേശന്മാരുണ്ട്. ഈ കള്ളന്മാരെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ, ഈ കള്ളന്മാരൊപ്പം ഇരുന്ന് ആരാധിക്കാൻ കുറേ ബെന്തക്കോസുകാരുമുണ്ട്. എന്ത് പറയാനാണറിയാവോ? ഇതൊക്കെ എന്താ നമ്മളൊക്കെ കാണുന്നത്? കാരണം ഇതൊന്നും ബൈബിളിലുള്ളതല്ല. ഇങ്ങനെ ഒരു അഭിഷേകത്തെക്കുറിച്ച് ഞാൻ ബൈബിളിൽ വായിച്ചിട്ടില്ല. പണ്ടൊരിക്കലും വേറൊരു മീറ്റിങ്ങിന് ഞാൻ പോയി. അവിടെ ഓർത്താൻ ഒരു ഉപദേശിയാണ് എനിക്ക് തോന്നുന്നു. ആ പാസ്റ്റർ പറയുക, തീ ഇറങ്ങട്ടെ. എന്നിട്ട് അവൻ മുഖം തുടച്ച തൂവാൽ ഇങ്ങനെ വീശി. എനിക്ക് വളരെ ദേഷ്യം തോന്നി പ്രിയരെ. തുറന്നു പറഞ്ഞു, വളരെ ദേഷ്യം തോന്നി. എന്തുവാ ഇതൊക്കെ? ബൈബിളിലുണ്ട്. നിങ്ങൾ ബൈബിൾ വായിച്ചിട്ട് ഇതുപോലുള്ള ശുശ്രൂഷകൾ ഇതുപോലെ. കാരണം ബിസിനസ്സായി മാറി. ആത്മീയ മണ്ഡലം ഇന്നൊരു ബിസിനസിൻ്റെ ഇതായി. ഇതുപോലുള്ള ഐറ്റങ്ങൾ ഇറങ്ങിയാലാണ് അനേകർ സഭയിലേക്ക് വരുള്ളത്. ഇവന്മാരൊക്കെ കീശ നിറയുള്ളത്. അതുകൊണ്ട് ഇതുപോലുള്ള ഐറ്റങ്ങളാകുമ്പോൾ യുവാക്കന്മാരെ യുവതിമാരെ എല്ലാം നമുക്ക് ഇതിലേക്ക് കൊണ്ടുപോകാനും ഇതിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. ഇവന്മാരെ തന്ത്രങ്ങളിൽ പോയി വീഴരുത്. ഇതൊന്നും യാഥാർത്ഥ ദൈവാടിസ്ഥാനത്തിലുള്ള ശുശ്രൂഷകളോ അഭിഷേകമോ ഒന്നുമല്ല. ഇതൊക്കെ ആരൊക്കെയോ എവിടുന്നോ കൊണ്ടുവന്ന് പകർന്നു കൊടുത്ത ഏതൊക്കെയോ മേഖലയിൽ ലഭിച്ച അഭിഷേകമാണ്. ബൈബിളിൽ ഇങ്ങനൊരു അഭിഷേകത്തെക്കുറിച്ച് വേദപുസ്തകത്തിലോ അപ്പോസ്തലന്മാരോ യേശുക്രിസ്തുവോ തുടർന്നുള്ള സുവിശേഷ ബന്ധങ്ങളിലോ നമുക്കിത് കാണാൻ കഴിയുന്നില്ല. ഏതെങ്കിലും വേദപുസ്തകത്തിൽ ഇതുപോലെ ഇദ്ദേഹം പറയുന്ന മാളികമുറി ഇറങ്ങിയ അഭിഷേകം ഇതാ പിടിച്ചോളെ. മാളികമുറി ഇറങ്ങിയ അഭിഷേകം ഉണ്ട്. അപ്പോസ്തലന്മാർ 2-ാമത്തെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ?
അവർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ പ്രകാരം യെരൂശലേമിൽ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേലിലേക്ക് ആകാശം തുറന്ന് അഗ്നിനാഭ് പോലെ അവരെ ഓരോരുത്തരുടെ മേലെ ഇറങ്ങിയെന്നാ പറഞ്ഞത്. ഇതെങ്ങനെയാണ് നിങ്ങൾ കണ്ടോ? ആ ഉപദേശിയുടെ മേലിൽ ഇറങ്ങുക, എല്ലാം കൂടെ കയറിയാണ് പിടിക്കുക. ഇതാണ് മാളികമുറി നടന്ന അഭിഷേകം. വേറൊരു മീറ്റിംഗ് ഞാൻ കണ്ടു. ആ മീറ്റിംഗിന് പറഞ്ഞാൽ കുറേ പേര് ഒരു ദൈവദാസൻ പ്രസംഗിക്കും. അപ്പം വിശ്വാസികളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഇതാ അഭിഷേകം എന്ന് പറഞ്ഞ് അവൻ കാറിക്കൂവ. ആ പുള്ളിക്കാരൻ ഇച്ചിരി വെള്ളം വാങ്ങിച്ചു കൊടുക്കും. കഥയ്ക്കുന്നുണ്ട് ആ മനുഷ്യൻ. അഭിഷേകം ഉണ്ടല്ലോ, ഏതെങ്കിലും ദുരാത്മാവ് കയറിയിട്ട് ആ ഉപദേശം അങ്ങനെ കണ്ട് കാണിക്കുക. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ MA വർഗീസിൻ്റെ സഭയാണ് എനിക്കത് തോന്നുന്നു. അവിടെയാണ് ഇതുപോലുള്ള ഐറ്റങ്ങൾ പലതും പുറത്തിറങ്ങുന്നത്. ഇത് ആദ്യത്തെ ലേറ്റസ്റ്റ് അപ്ലോഡാണ് എനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഇതിന് മറുപടി പറയേണ്ടത്, ഞാൻ ബെന്തക്കോസ്റ്റിലൊരു പാസ്റ്റർ, ഞാൻ തുറന്നു പറഞ്ഞു, ഞാൻ ബെന്തക്കോസ്റ്റിലൊരു പാസ്റ്ററും ശുശ്രൂഷ പ്രവർത്തനങ്ങളിൽ സന്നദ്ധനുമാണ്. പക്ഷെ ഞാൻ ഇതുപോലുള്ള ശുശ്രൂഷകൾ അംഗീകരിക്കണില്ല. കാരണം നമ്മുടെ കയ്യിലേക്ക് ഈ 66 പുസ്തകത്തിൽ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ ഇതുപോലുള്ള മീറ്റിങ്ങുകൾ ചെയ്തതായി നമുക്ക് കാണുന്നില്ല. പിന്നെ എങ്ങനെ നമ്മൾ അംഗീകരിക്കും? നമ്മുടെ അംഗീകാരമില്ല. ക്രിസ്തുവിൻ്റെയും അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരമാണ് ക്രൈസ്തവ അടിസ്ഥാനം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ അടിസ്ഥാനപ്രകാരം നോക്കിയാൽ ഇതൊന്നും യാഥാർത്ഥ്യതയല്ലെന്ന് തിരിച്ചറിയാം. ഇതുപോലെ തന്നെയുള്ള മീറ്റിങ്ങുകൾ സാത്താന്യ ആരാധനകളിലുണ്ട്. ജനങ്ങളെയൊക്കെ തമ്മിലിങ്ങളൊക്കെ. പിന്നൊരു മീറ്റിംഗ് ഞാൻ കണ്ടു, വാ ഹൂ ഹാ എന്നൊക്കെ കാറ് വിളിച്ചുകൊണ്ട് കുറേ എണ്ണം, പിന്നെ കുറേ എണ്ണം ചാടാൻ പറയുന്നു. പിന്നെ ഞങ്ങൾ വേറൊരു മീറ്റിങ്ങിന് ഞാൻ പങ്കെടുത്തു. അവിടെ കണ്ടെന്ന് വെച്ചാൽ കുറേ യുവാക്കന്മാരെല്ലാം തമ്മിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണോ, അല്ലല്ലേ പറയുന്നു, അന്യവാസം പറയുന്നു. ഇങ്ങനെ ക്രൈസ്തവ കോളത്തിൽ ഇതുപോലെ മേച്ചമായ അഭിഷേകങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് പ്രിയരെ, കുറ്റം പറയുന്നല്ല, ഇതൊക്കെ തെറ്റായ കാര്യം, വചനവിപരീതമായ കാര്യങ്ങൾ ഇതൊക്കെ. അഗ്നി ഇറങ്ങണ, എവിടെ അഗ്നി ഇറങ്ങണ? പരിശുദ്ധാത്മാവിനെ ആരും വിളിച്ചു വരുത്തി ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല. പരിശുദ്ധാത്മാവ്, നീ ഒരു പവിത്ര വ്യക്തിയാണെങ്കിൽ നീ പരിശുദ്ധാത്മാവിന് വേണ്ടി നിന്റെ ജീവിതം തുറന്നു കൊടുക്കണം. പരിശുദ്ധാത്മാവ് ഓൾറെഡി നിന്റെ മേലെ ഇറങ്ങി വരും. ഒരു ഉപദേശം വിളിച്ചു വരുത്തിയിട്ട് വന്നിറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുത്തൻ്റെ കീസേ കിടക്കണ അഭിഷേകവും അല്ല, ഒരുത്തനും കർത്താവായ യേശുക്രിസ്തു പാകം ചെയ്ത് വിട്ടിട്ടുമില്ല പരിശുദ്ധാത്മാവിനെ. ചില ഉപദേശിമാരുണ്ട്, അങ്ങ് ഇറങ്ങി വാ പരിശുദ്ധാത്മാവേ. അതെന്താ? നിൻ്റെ ഒക്കെ പോക്കറ്റിൽ അല്ലെങ്കിൽ പേശിൻ്റെ ഉള്ളറയിരിക്കണം എന്തെങ്കിലും നാണയത്തിട്ടാണ് ഈ പരിശുദ്ധാത്മാവ്? അല്ലെ, അറിയാത്തത് കൊണ്ട് ഞാൻ ചോദിക്കണേ സഹോദരൻ, ഇതൊക്കെ എന്താ? ചില ബന്ധക്കോസുകാരായ ഉപദേശിമാർ വിചാരം പരിശുദ്ധാത്മാവ് അവരെ ഇതാണ്, അവരെന്തോ കൺട്രോൾ ചെയ്യണ ഇതാണ്. ആദ്യം നീയൊക്കെ പോയി ബൈബിള് പഠിച്ച് നല്ല വെളിവും ബോധമുള്ളവരാറ്റീര്. അല്ലാതെ ഇതിനൊന്നും മറുപടി പറയുവാനായുള്ള ഇതൊന്നും നമ്മളെ ഭാഗത്തില്ല. വളരെ മോശമാണ്. കാരണം ഇതേപോലെ ശുശ്രൂഷകളിലാണ് ഏറ്റവും യുവാക്കന്മാർ പോയി പെടുന്നത്. കുറേ എണ്ണാൻ്റെ തല പൊട്ടിയും മൂക്ക് പൊട്ടിയും നെൽത്തൂട് ഉരുണ്ടുമാണ് ചെളിയും പിടിച്ച് കയറി വരും. ഇതിനേക്കാൾ നല്ല വെള്ളം ഉജാല പൗഡറിനോ അതേപോലൊക്കെ ഇതിനൊക്കെ പോയി കോടികൾ പൈസ കിട്ടും. അങ്ങനെ പോയി ചെളിയിലൊക്കെ ഉരുണ്ട് ഉടുപ്പൊക്കെ ചെളി പിടിച്ച് വരുവാണെങ്കിൽ അങ്ങനെയുള്ള പരസ്യങ്ങൾക്ക് നല്ല വില കിട്ടും. ഇതൊക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടി തട്ടിപ്പുകാരുണ്ടാക്കണ ശുശ്രൂഷകളൊക്കെ. ഇതിൻ്റെ പുറകിലേക്കൊന്നും പോകലും ക്രൈസ്തവരെ. ദൈവമക്കൾ ഇതിനൊന്നും പുറകിലേക്ക് പോകും. ഇതൊന്നും ശുശ്രൂഷയല്ല, ഇതൊന്നും ദൈവം അംഗീകരിച്ച അഭിഷേകവുമല്ല. പരിശുദ്ധാത്മാവ് നീ എവിടെ ഇരിക്കുന്നുവോ ആ സ്ഥലത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. യേശു വായാൽ ഇറങ്ങി വരും. നീ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ ദൈവം ഇറങ്ങി വരും. പരിശുദ്ധാത്മാവും ഇറങ്ങി വരും. ഞാനൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അഭിഷേകം ചെയ്യണതാണ്. ഞങ്ങളൊന്നും വിളിച്ചു വരുത്തേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ഓൾറെഡി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ പ്രസംഗിക്കുന്ന വേദികളിലും സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾക്ക് വിളിച്ചു വരുത്തേണ്ട ഒരു സാഹചര്യം ഇതുവരെയും ദൈവം സഹായിച്ചുണ്ടായിട്ടില്ല. യേശുക്രിസ്തുവാലും പരിശുദ്ധാത്മാവൊക്കെ കൃത്യസമയത്ത് വരും. നീ ഒന്ന് ഒരുങ്ങിക്കൊടുത്താൽ നിന്നെ നിറയ്ക്കാനും ദൈവം സത്യം. പക്ഷേ ഈ നിറവ് വല്ലാത്തൊരു നിറവാണ്. ഈ അഭിഷേകത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ. അത് എന്നോട് ചോദിക്കില്ല. ഞാനും ആദ്യമായി കേൾക്കണത്. ഈ പ്രവാചകൻ പറഞ്ഞപ്പോഴാണ് ഞാനും ഇതുപോലുള്ള അഭിഷേകം. ഇനി താമസിക ആസത്തിൻ്റെ അഭിഷേകം വരും, അല്ലെങ്കിൽ ആസത്തിൻ്റെ അഭിഷേകം വരും, പിന്നെ കൊക്കക്കോളയുടെ അഭിഷേകം വരും,
അല്ല, അഭിഷേകത്തിന് ഓരോ പുതിയ പേര്, ബൈബിളിൽ കേൾക്കാത്ത പല പേരുകൾ നമ്മൾ കേട്ടോണ്ടിരിക്കുകയല്ലേ. അപ്പം അഭിഷേകത്തിന് ഇനി എന്തൊക്കെ പേരാ വരാൻ പോണേ, എന്തൊക്കെ അഭിഷേകങ്ങൾ ഇറങ്ങാൻ പോണേന്നൊന്നും എൻ്റെ പൊന്നു മക്കളെ എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും വല്ലാത്തൊരു അഭിഷേകമായി പോയത് കണ്ടില്ല. കുറേ പ്രിയപ്പെട്ടവർ കണ്ടോ, ബെന്തക്കോസിലെ അഭിഷേകമാണിത്. ബെന്തക്കോസിലെ ഒന്നിലധികം പേരെ ഞാൻ ആക്ഷേപിക്കുന്നതല്ല, പക്ഷെ ഇത് തെറ്റാണ്. ഇങ്ങനൊരു അഭിഷേകം ഞാൻ പ്രാപിച്ചിട്ടില്ല. ഇങ്ങനൊരു അഭിഷേകം ബൈബിളിൽ ഞാൻ കണ്ടിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ഇങ്ങനൊരു അഭിഷേകത്തെ അംഗീകരിക്കേണ്ടത്? ഞങ്ങളുടെ ദേശത്തിൽ ഇതുപോലുള്ള യുവാക്കന്മാരും യുവതിമാരുണ്ട് ഇതുപോലുള്ള അഭിഷേകത്തിൻ്റെ പുറകെ പോണേ. എന്താണ് ഇതിനൊക്കെ? അവരൊക്കെ ഈ അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുക. ഒരു വ്യക്തിയെ ഒരു ഉദ്ദേശത്തിന് വേണ്ടി, ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടി തിരഞ്ഞെടുക്കുവാൻ വേണ്ടി അവരുടെ മേൽ പകർന്ന ഒരു പ്രത്യേക ഒരു കർമ്മചട്ടമാണ്, അല്ലെങ്കിൽ കർമ്മഷ്ടമാണ് അഭിഷേകമുള്ളത്. രാജാക്കന്മാരെ അഭിഷേകം ചെയ്യപ്പെട്ടവർ ആരാണ്? യേശു. രാജാക്കന്മാരെ അഭിഷേകം ചെയ്തിട്ടുണ്ട്, പ്രവാചകന്മാരെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. പിന്നെ അവസാനം അഭിഷേകത്തെ നിറയപ്പെട്ട യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ ശേഷം ആരെയും അഭിഷേകം ചെയ്യപ്പെട്ടതായ ലേഖനത്തിലോ സുവിശേഷങ്ങളൊന്നും കാണുന്നതുമില്ല. എനിക്കറിഞ്ഞുകൂടാ കേട്ടോ, ബൈബിളിലില്ല. അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്യപ്പെട്ടു അയച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ അഭിഷേകം ലഭിക്കുന്ന യേശുക്രിസ്തുവിനാണ്. യേശുക്രിസ്തു തന്നെ ഒരിക്കൽ പള്ളിയിൽ പോയി വേദപുസ്തകം തുറന്ന് വായിക്കാൻ പറഞ്ഞു, എന്നെ ദൈവം എൻ്റെ അഭിഷേകം ചെയ്ത് തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് അയച്ചു എന്നും യേശു അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ പേരിൽ ഈ അഭിഷക്തന്മാരല്ല അഭിഷേകം പ്രാപിച്ചവർ എന്നൊക്കെ പറയുമ്പോൾ ദൈവദാസന്മാർ അഭിഷേകം ചെയ്യുമായിരിക്കും, എനിക്കറിഞ്ഞുകൂടാ. ബൈബിളിൽ അങ്ങനെ അഭിഷേകം ചെയ്തതായി, പാസ്റ്റർമാരെ സെപ്പറേറ്റായി അഭിഷേകം ചെയ്തതായി വേദപുസ്തകത്തിലെങ്ങും പൗലോസോ തുടർന്നുള്ള അപ്പോസ്തലന്മാരെ പറഞ്ഞതായി നമുക്ക് കാണുന്നില്ല. അതുകൊണ്ട് പറയാൻ പറ്റുകയില്ല. ബൈബിളില്ലാത്ത കാര്യം നമ്മൾ എങ്ങനെ പറയാനാണ്? പിന്നെ ഇതുപോലുള്ള അഭിഷേകങ്ങൾ ഇന്ന് ഈ ലോകത്ത് ക്രൈസ്തവ കുലത്ത് ഇഷ്ടംപോലെ ഉണ്ട്. ഇതുപോലുള്ള ആരാധനകൾ, ഇതുപോലുള്ള തുള്ളലും മറിയലും ഒക്കെ പലതും നടക്കുന്നുണ്ട്. വേറൊരു ശുശ്രൂഷ ഞാൻ കണ്ട, ഒരു പാസ്റ്റർ 2 പാസ്റ്റർമാരെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. ഇത് പ്രവചനം പറയുമ്പോൾ ഹാ ഹൂ എന്ന് പറഞ്ഞ് ചാടിത്തുള്ളി നിലത്തോട് ഉരുണ്ടും പറഞ്ഞ്, എൻ്റെ പൊന്നു മക്കളെ എന്തൊക്കെ ഈ ബെന്തക്കോസ്ത് കോളത്തിൽ നടക്കണ അഭിഷേകം എന്നറിയാവോ? ഇതുപോലുള്ള അഭിഷേകത്തിൻ്റെ പുറകെ മക്കൾ പോകരുത് ദൈവമക്കളെ. കാരണം കുഞ്ഞുങ്ങളെ ഇതൊന്നും യാഥാർത്ഥ്യമായ കാര്യങ്ങളല്ല. തിരിച്ചറിയുക, ദൈവം അതിന് നിങ്ങൾ ഇടവരുത്തിട്ടെന്ന് പറഞ്ഞ വാക്കുകൾക്ക് വിരാമം. നന്ദി, നമസ്കാരം.